ഗുരുവായൂർ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ അധിനിവേശം, വംശഹത്യ, സംഘർഷഭരിതമാകുന്ന ലോകം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടന്നു. ചരിത്രാധ്യാപകൻ AM ഷിനാസ് പ്രഭാഷണം നടത്തി. ആണവ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടായിട്ടും ഇറാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് കൊടുത്തൊരു വാക്കുണ്ട്, അതായത് തങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന്. ഇതിന് ഇന്ന് ആരംഭിച്ച യുദ്ധത്തിന് ഒരു പിൽക്കാല ചരിത്രമുണ്ട്. 10 വർഷം മുമ്പുള്ള അന്ന് ബരാക് ഒബാമയായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ്. 2013 മുതൽ ബരാക് ഒബാമയും P5+1 എന്ന രാജ്യങ്ങളും, P5 എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലെ 5 രാജ്യങ്ങൾ, അമേരിക്ക, റഷ്യ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ്, +1 ജർമ്മനി, ഈ 6 രാജ്യങ്ങൾ 2 വർഷത്തിലധികം ഒരു തീവ്രയത്ന പരിപാടി എന്നോണം ഇറാനുമായി ചർച്ച നടത്തി. അവർക്കും ഈ P+1 എന്ന് പറയുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും, അറബ് രാജ്യങ്ങൾക്കും ഇറാനും സ്വീകാര്യമായ, ഹിതകരമായ ഒരു കരാറിൽ എത്തിച്ചേർന്നതാണ്. അന്ന് ഇറാൻ സമ്മതിച്ചതാണ് തങ്ങൾ അടുത്ത 5 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ അളവ് 3.67% മാറ്റും. അപ്പോൾ 90% സമ്പുഷ്ടീകരിച്ച യുറേനിയം വേണം ഒരു ആണവായുധമുണ്ടാക്കാൻ. 3.67% സമ്പുഷ്ടീകരിച്ച യുറേനിയം കൊണ്ട് സിവിൽ ആണവ പദ്ധതികൾ, വൈദ്യുതി, അതൊക്കെ ഉൽപ്പാദിപ്പിക്കാനേ പറ്റൂ. അങ്ങനെ തങ്ങളുടെ സമ്പുഷ്ടീകൃത അളവ് അല്ലെങ്കിൽ അതിൻ്റെ തോത് 3.6% കുറക്കാമെന്നും അതിന് പകരം 1979 മുതൽ തങ്ങൾക്ക് മേൽ ഘട്ടം ഘട്ടമായി അടിച്ചേൽപ്പിച്ച ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നുമായിരുന്നു ധാരണ. അങ്ങനെ 2016 ട്രംപ് വന്നു. ട്രംപ് വന്ന ഉടനെ പറയാൻ തുടങ്ങി, ആ ആണവ കരാർ തങ്ങൾക്ക് സ്വീകാര്യമല്ല, അത് പക്ഷപാതപരമാണ്. ഒബാമയും മറ്റ് 5 രാജ്യങ്ങളും ഒക്കെ സ്വീകരിച്ച അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പോലും പരിശോധിച്ച് കാര്യങ്ങൾ തിട്ടപ്പെടുത്തി, നിജപ്പെടുത്തി, കൃത്യമാക്കിയ ഒരു കരാറായിരുന്നു അത്. ആ കരാറിനെ പറ്റിയാണ് ട്രംപ് പറഞ്ഞത്, ആ കരാർ തനിക്ക് സ്വീകാര്യമല്ല. R. ജയകുമാർ അധ്യക്ഷത വഹിച്ചു. നാളെ മാർച്ച് 1 വൈകിട്ട് 5:30 ഭരണഘടനയും ജനാധിപത്യവും എന്ന വിഷയത്തിൽ ഡോക്ടർ KM അനിൽ പ്രഭാഷണം നടത്തും. മാർച്ച് 10 വരെയുള്ള ദിവസങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള പ്രഭാഷണങ്ങൾ പുസ്തകോത്സവത്തിൽ നടക്കും.